അതിനെപ്പറ്റി എന്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ പോലും ഞാൻ ഇമാജിൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്യണമെന്നും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇങ്ങനെ ഏഷ്യാനെറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് വന്നു. അപ്പൊ എനിക്ക് എന്റെ അറിവില്ലായ്മ ഉണ്ട് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ വിചാരിച്ചു സീരിയലല്ലേ, എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ മതി. ഞാൻ മറ്റേ മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാവരും ഭയങ്കര ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞാണ്. അപ്പൊ അറിവില്ലായ്മ കൊണ്ട് ഞാൻ വിചാരിച്ചു. പല ചാനൽസിലും നല്ല റെമ്യൂണറേഷൻ ഉള്ള ഓഫർ എനിക്ക് വന്നു ഇമ്മീഡിയറ്റ്ലി. നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ സുരേഷ്, നമസ്കാരം. മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടോ ഇങ്ങനെ? ചെയ്യാറുണ്ടോ പിന്നെ 11 കണ്ട ഫോണൊക്കെ എറിഞ്ഞിട്ടാ ഞാൻ. ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ആളാണ്? 100% ഏറ്റവും കൂടുതൽ വാല്യൂ അതിന് കൊടുക്കുന്ന ഒരാളാണ്. മെന്റലി കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും നമ്മുടെ സ്ട്രെസ് എല്ലാം പോകുന്ന അത് മാജിക് ആണ് അത് സംഭവം. അതുകൊണ്ട് ഐ എം ബ്ലെസ്ഡ് വിത്ത് മെനി ഗുഡ് ഫ്രണ്ട്സ്. ഇവർക്കെന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും പട്ടി വിലയാ. വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അവൻ വന്നു എന്നുള്ളത്. ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോ അവരെല്ലാം മറ്റേ മോനെ ഫുഡൊക്കെ തരുന്നു. അപ്പൊ അവർക്ക് നീ ആരാടാ? ഞാൻ ആരാ ഏട്ടാ? അപ്പൊ രാഹുൽ, അപ്പൊ വിഷയൊക്കെയാണ്. നല്ല അടിപൊളി സദ്യ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് സംസാരപ്പെടുത്തിയാൽ ഞാൻ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും സങ്കടപ്പെടുത്തുന്ന? സങ്കടപ്പെടുത്തുന്നല്ല, എന്നെ സംബന്ധിച്ച് ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഒരാളായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് പറഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. മെന്റലി, ഫിസിക്കലി. ആരും പൊങ്കാല ഇടല്ലോ, ചുമ്മാ ചോദിക്കുന്നതാണ്.